നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ പിന്നിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറം പിടിപാടുകളുണ്ട്. ആ പിടിപാടുകൾക്ക് പിടിവീണല്ലോ മോളെ അലീനെ. മാത്യു സർ, ഹരി, രാഹുൽ, ഈ കേസ് നിങ്ങളെ ഏൽപ്പിച്ചാൽ ഇത് നിങ്ങൾ തെളിയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്റെ പിടിപാടുകളൊക്കെ യൂസ് ചെയ്ത് ഈ കേസ് നിങ്ങളെ ഏൽപ്പിച്ചത്. ഇങ്ങനെയൊരു റാക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് നേരിയ സൂചന എനിക്ക് കിട്ടിയിരുന്നു. പക്ഷെ അതിനുള്ളിൽ ഇവരൊക്കെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. സാറിന് എന്തുകൊണ്ടാ സംശയമുണ്ടായത്? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു അജ്ഞാത കോൾ വന്നിരുന്നു. സാത്താൻ സേവാ സംഘങ്ങൾ സിറ്റിയിൽ വേരുറപ്പിക്കുന്നുണ്ടെന്നും കോളേജിലും സ്കൂളുകളിൽ നിന്നുമൊക്കെ കുട്ടികളെ, അതും സാമ്പത്തിക സ്ഥിതികൾ കുറഞ്ഞ കുടുംബത്തിലെ കുട്ടികളെ അവർ വലയിലാക്കി കൊണ്ടുപോകുന്നുണ്ടെന്നും അവരിലൂടെ ഒരു ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അവയവ കച്ചവട മാഫിയ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ടെന്നായിരുന്നു കോൾ. അയാൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അന്നൊരു ആംബുലൻസ് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുള്ളിൽ ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന രീതിയിൽ ബ്ലഡ് ബാഗുകൾ ഉണ്ടായിരുന്നു, കൂടാതെ സർജിക്കൽ ഉപകരണങ്ങളും. അന്ന് അവരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരു തെളിവും ഉണ്ടാക്കാൻ പറ്റാതെ കേസ് ഏതോ വഴിക്കും മാഞ്ഞുപോയി. ഇടയ്ക്ക് ഞാൻ ജോണിന്റെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അവിടെ വെച്ചൊരു രാത്രിയിൽ ഞാൻ വല്ലാതെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേട്ടു. വിജനമായ ആ പ്രദേശത്ത് അങ്ങനൊരു ശബ്ദം എങ്ങനെ വന്നു എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ ഉറവിടം തേടി വെളിയിലേക്കിറങ്ങി. കുറെ നേരം നിന്നെങ്കിലും ഒന്നും കാണാതെ ഞാൻ തിരിച്ചു കയറി. പിറ്റേന്ന് രാവിലെ ഞാൻ ആ ബംഗ്ലാവിനെ ചുറ്റും ഒന്ന് വെറുതെ നടന്നു നോക്കി. മെഡിസിന്റെയൊക്കെ രൂക്ഷമായ ഗന്ധം എനിക്ക് പലയിടത്തു നിന്നായി അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അവിടെയൊക്കെ നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. തിരികെ ഞാൻ വീടിനകത്തു കയറി. എന്തോ ഒരു ഉൾവിളി പോലെ ഞാൻ പൂട്ടിയിരുന്ന റൂമുകൾ തുറന്ന് പരിശോധിച്ചു നോക്കി. അവസാനം അലീനയുടെ റൂമിൽ ഞാൻ കയറി. അവിടെ നിന്ന് എനിക്കൊരു ഫയൽ കിട്ടി. ഹാർട്ട് മാറ്റിവെച്ചതിന്റെ പേയ്മെന്റ് കണക്കുകളായിരുന്നു അതിൽ. ജോണിന്റെ ബന്ധത്തിലോ ഒന്നും അങ്ങനെയൊന്നും നടന്നതായി എനിക്ക് അറിവില്ലായിരുന്നു. പിന്നെങ്ങനെ അങ്ങനൊരു ഫയൽ വന്നെന്നായി എന്റെ അന്വേഷണം. അന്വേഷണത്തിൽ അതിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അലീനയുടേതാണെന്നും അവളുടെ അക്കൗണ്ടിൽ അങ്ങനെയൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് ആദിത്യന്റെ കേസ് വന്നത്. ആദിത്യൻ അലീനയുടെ ഫ്രണ്ടാണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. സോ ഇത് അന്വേഷിക്കാൻ കേസ് കൊടുക്കാൻ ആദിത്യന്റെ അച്ഛനും അമ്മയ്ക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നത് ഞാനാണ്. ഹരി മുന്നോട്ട് വന്ന് അലീനയുടെ മുഖമടച്ചൊന്നു കൊടുത്തു. ഇനി പറ, എന്താണിതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളെന്ന്? അതെ, ഞങ്ങൾ സാത്താന്റെ ആരാധകരാണ്. ഞങ്ങളെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാകില്ല. അവളുടെ പുച്ഛത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ രാഹുലിന് കോപമടക്കാനായില്ല. അവളുടെ അടുത്തേക്ക് ചെന്നതും തലങ്ങും വിലങ്ങും അവളുടെ ചെകിട്ട് തടിച്ചു. രാഹുൽ, നോ! ഹരി ഓടിച്ചെന്ന് അവനെ പിടിച്ചുമാറ്റി. ഈ പിശാചിനെ കൊണ്ടെല്ലാം പറയിപ്പിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ഹരി. ഇവിടുത്തെ ഓരോ കാഴ്ചകളും അത്രത്തോളം വേദന നിറഞ്ഞതാണ്. ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നങ്ങളും ജീവിതവുമൊക്കെ തട്ടിയുടച്ചിട്ട് ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ഈ ചെയ്തിക്ക് ഇവളും ഇഞ്ചിഞ്ചായി വേദനിച്ചു വേണം ചാവാൻ. രാഹുൽ, കൂൾ ഡൗൺ. നമുക്കിപ്പോഴും രാജേഷിനെയും ആദിത്യനെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഇവൾ വാ തുറന്നാലേ നമുക്കതറിയാൻ പറ്റൂ. ഹരി അലീനയുടെ അരികിലേക്ക് ചെന്നു. പറയലീന, ഈ അണ്ടർഗ്രൗണ്ട് കെട്ടിടത്തിന്റെ രഹസ്യവും ആദിത്യനും രാജേഷും എവിടെയാണെന്നും. അവൾ പുച്ഛത്തോടെ ഹരിയെ നോക്കി. അവരെ ഒരിക്കലും ജീവനോടെ നിങ്ങൾക്കിനി കിട്ടില്ല, മറന്നേക്കൂ. അവൾ പൊട്ടിച്ചിരിച്ചു. ഹരി! പിന്നിൽ നിന്ന് ആരോ വിളിച്ചത് കേട്ട് അവർ തിരിഞ്ഞു നോക്കി. ജേസൺ. അച്ചായ, രാജേഷിനെയും ആദിത്യനെയും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഹരി, ഒരു പ്രശ്നമുണ്ട്. എന്താ അച്ചായ? രണ്ടുപേരും മരണത്തിന്റെയും ജീവിതത്തിന്റെയും നൂൽപാലത്തിലാണ്. എന്നുവെച്ചാൽ അവർ ജീവിതത്തിലേക്ക് വന്നാൽ ചിലപ്പോൾ അവർ ആരാണെന്നോ എന്താണെന്നോ അറിയാനാകാത്ത അവസ്ഥയിലാകും. ഓർമ്മകൾ നശിക്കും. ജീവനുള്ളൊരു ശരീരം മാത്രമാകും. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഹരി, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നു നീ കേട്ടിട്ടില്ലേ? ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനാകുന്ന അവസ്ഥ. പക്ഷേ ഹരി, ആ ആത്മാവ് വന്നു കയറുന്നതും സ്വന്തം ശരീരത്തിലാണ്. പക്ഷെ ഇവിടെ എന്തോ തകരാറ് സംഭവിച്ചിരിക്കുന്നു. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ രണ്ടാളിനെയും നഷ്ടപ്പെടാം. അത് കേട്ട് അലീന പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. കണ്ടെത്തിക്കളഞ്ഞു അല്ലേ? പക്ഷെ രക്ഷയില്ലല്ലോ. സാത്താനെ സേവിക്കുന്നത് വെറുതെയല്ല ഞങ്ങൾ. ഇരുട്ടിന്റെ ശക്തിയാണ് ഞങ്ങൾക്ക്. ആർക്കും ഞങ്ങളെ തടയാനാകില്ല. കാണണ്ടേ ആ ഇരുട്ടിന്റെ ശക്തി, സാത്താന്റെ ശക്തി? അവളൊരു പ്രത്യേക രീതിയിൽ കൈകൾ ചലിപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നെല്ലാമോ കറുത്ത പുക ഒഴുകി വരാൻ തുടങ്ങി. ഹരിയുടെ കയ്യിലെ ലോക്കറ്റ് തീക്കനൽ പോലെ തിളങ്ങാൻ തുടങ്ങി. അപകടം മണത്ത ജേസൺ അലീനയ്ക്കരികിലേക്ക് പാഞ്ഞു ചെന്നു. പ്രാർത്ഥനയോടെ തന്റെ കഴുത്തിലെ ജപമാല ഊരി അവളുടെ കഴുത്തിലേക്കിട്ടു. ഒരലർച്ചയോടെ അവൾ തറയിലേക്ക് വീണു. ജപമാലയിലൊന്ന് തൊടാൻ പോലുമാകാതെ അവൾ പുളഞ്ഞു. കറുത്ത പുക നിർത്തലില്ലാതെയായി. ഹരി, വേഗം! ഹരിയും രാഹുലും ജേസണിന് പിന്നാലെ പാഞ്ഞു.
അലീന, റിലാക്സ്. നീ ഉറങ്ങുകയാണ്. കേൾക്കുന്നുണ്ടോ ഈ ശബ്ദം? അലീന. യെസ്, ഞാൻ കേൾക്കുന്നു. ഹരി, അവളിപ്പോൾ എന്റെ കൺട്രോളിലാണ്. നിനക്കറിയേണ്ടത് ചോദിക്കാം. ഹരി അവൾക്കടുത്തെത്തി കസേരയിലേക്കിരുന്നു. രാഹുലും മുജീബും അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അലീന. പറയൂ അലീന, നീ എങ്ങനെ ഇങ്ങനൊരു റാക്കറ്റിൽ എത്തിപ്പെട്ടു? എന്റെ പപ്പ ജോൺ, അയാളാണ് എന്നെ ഇങ്ങനെയാക്കി തീർത്തത്. സ്വന്തം നിലനിൽപ്പിനായി ആരെയും കൊല്ലാൻ മടിയില്ലായിരുന്നു എന്റെ പപ്പയ്ക്ക്. വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ പപ്പ മറ്റൊരു വലിയ ബംഗ്ലാവ് പണിതു. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ രഹസ്യ മീറ്റിംഗുകൾ നടന്നിരുന്നത്. അതിനകത്തൊരു ലാബ് അദ്ദേഹം സജ്ജമാക്കിയിരുന്നു. എനിക്കതെന്താണെന്ന് അറിയില്ലായിരുന്നു. ഒരിക്കൽ പപ്പ ഒരാളുമായി വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടു. ഇടയ്ക്കൊക്കെ അങ്ങനെ പലതും ഉണ്ടാകാറുള്ളതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷെ അന്ന് രാത്രി അണ്ടർഗ്രൗണ്ടിൽ എന്തൊക്കെയോ തട്ടുമുട്ടും കേട്ടാണ് ഞാൻ ഉണർന്നത്. ഞാൻ പതിയെ താഴേക്കിറങ്ങി ചെന്നു. ലാബിനുള്ളിൽ ആളുണ്ടായിരുന്നു. അവർക്ക് മുന്നിലൊരു മനുഷ്യൻ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ രാവിലെ വഴക്കുണ്ടാക്കി പോയ ആളാണെന്ന് ഞാൻ കണ്ടു. അയാളുടെ കണ്ണുകൾ ചിമ്മുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അവർ അയാളുടെ ശരീരം കീറുന്നത് ഒരു കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു. ഭയമോ ഒന്നുമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അത്ഭുതവും കൗതുകവുമായിരുന്നു. അയാളുടെ ഓരോ അവയവമായി എടുത്ത് പെട്ടികളിലാക്കി വെക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴും ആ പെട്ടിക്കുള്ളിലിരുന്ന് അയാളുടെ ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച, മാസ്ക് ധരിച്ച ചിലർ അപ്പോഴേക്കും വന്നു. ആ പെട്ടികളെല്ലാം എടുത്തുപോയി. പപ്പയുടെ കയ്യിൽ മറ്റൊരു പെട്ടി കൊടുത്തിട്ട് ലാബിലെ ആളുകൾക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി പപ്പ ആ പെട്ടിയുമായി സ്റ്റെപ്പിനു നേർക്ക് വന്നു. മുന്നിൽ എന്നെ കണ്ടപ്പോൾ പപ്പയൊന്ന് പരിഭ്രമിച്ചു. എന്തിനാ പപ്പ അയാളുടെ ഓർഗൻസ് ഒക്കെ കൊണ്ടുപോയത് എന്ന ചോദ്യത്തിന് പപ്പയ്ക്ക് കുറച്ച് പണം തരാനുണ്ടെന്നും അത് തരാത്തതുകൊണ്ട് ഓർഗൻസ് തന്നതാണെന്നും അത് വേറെ കൊടുത്തപ്പോൾ നിറയെ ക്യാഷ് കിട്ടിയെന്നും പപ്പ എന്നോട് പറഞ്ഞു. ആ പെട്ടി തുറന്ന് പപ്പ എന്നെ കാണിച്ചു. അതിനുള്ളിൽ നിറയെ പണമായിരുന്നു. എന്റെ കണ്ണുകളും വിടർന്നു. പണം. എന്റെ മനസ്സിലും ആ ചിന്ത വേരൂന്നുകയായിരുന്നു. പുറമേ എല്ലാവരുമായി നല്ലപോലെ ഇടപഴകിയിരുന്ന ഞാൻ അവരിലൊക്കെയും എന്റെ ഇരയെ തേടുകയായിരുന്നു. എന്റെ കോളേജ് ലൈഫിലാണ് എനിക്ക് ചേർന്ന കൂട്ടുകാരെയും ഇരകളെയും കിട്ടിയത്. മാധവും ദേവയാനിയും എന്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു. പിന്നെ ആദിത്യൻ. അവനും രഞ്ജിത്തിനും ഒന്നും അറിയില്ലായിരുന്നു. പരീക്ഷണങ്ങൾക്കും മറ്റുമായി മനുഷ്യ ശരീരങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാൻ പറ്റിയതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ടേണിംഗ് പോയിന്റ്. ആ ഇടയ്ക്കാണ് സാത്താൻ സേവയുമായി ബന്ധമുള്ളൊരു ഡോക്ടറെ ഞങ്ങൾ പരിചയപ്പെട്ടത്. JGR ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ. JGR ഹോസ്പിറ്റൽ? അന്ന് മനു കൊണ്ടുതന്ന ഫയലിനെ കുറിച്ച് ഹരിക്ക് ഓർമ്മ വന്നു. അതിൽ AMD എന്നെഴുതിയിരുന്നത് അലീന മാധവ് ദേവയാനി എന്നതിന്റെ ആദ്യ അക്ഷരങ്ങളാണെന്ന് ഹരിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലായിരുന്നു ഞങ്ങളുടെ ബിസിനസ് നടന്നിരുന്നത്. ആവശ്യമുള്ള ഓർഗൻസിന്റെ ഡീറ്റെയിൽസും ബ്ലഡ് സാമ്പിൾസുമെല്ലാം അദ്ദേഹം തരുമായിരുന്നു. അതിന് മാച്ചായുള്ള ആളുകളെ കണ്ടെത്താനുള്ള ഒരു ഗ്യാങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ജീവനോടെ പരീക്ഷണങ്ങൾക്ക് വേണമെന്നുള്ളപ്പോൾ ചില പ്രത്യേക മരുന്നുകൾ കുത്തിവെച്ച് ജീവനുള്ള ജഡമാക്കിയാണ് ഞങ്ങൾ എത്തിച്ചിരുന്നത്. സാത്താൻ സേവ ഗ്യാങ്ങിൽ ചേർന്ന ശേഷം ഞങ്ങളുടെ വളർച്ച ഞങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. യാതൊരു തടസ്സവുമില്ലാതെ, ആരും അറിയാതെ ഞങ്ങളുടെ ബിസിനസ് നടന്നുപോയിരുന്നു. കോടികളുടെ ബിസിനസ്. അന്നൊരിക്കൽ അത്യാവശ്യമായി A ബ്ലഡ് ഗ്രൂപ്പിലെ ഒരു ഹാർട്ട് അത്യാവശ്യമായി വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. 3 കോടി രൂപയായിരുന്നു ഓഫർ. ഞാനും ദേവയാനിയും മാധവുമെല്ലാം ആവം വിധം അന്വേഷിച്ചിട്ടും ആളെ കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് കോളേജിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതിൽ A ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ ഞങ്ങൾ നോട്ട് ചെയ്തു. അതിൽ നിന്നും റോസ്മേരി എന്ന കുട്ടിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തു. പക്ഷെ അവളും ആദിത്യനും ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞാലും ഞങ്ങൾക്ക് 3 കോടി രൂപ കൈവിടാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അവളെ കൊണ്ടുപോയത് എങ്ങനെയോ ആദിത്യൻ അറിഞ്ഞു. അവന് ഞങ്ങളുടെ മേൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. അവൻ റോസ്മേരിയെ അന്വേഷിച്ച് ഞങ്ങളുടെ അടുത്തെത്തി. ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് അവനെ വിടാൻ ഞങ്ങൾക്കാകുമായിരുന്നില്ല. അവനെ മരുന്നുകൾ കൊടുത്ത് മയക്കി അടച്ചിട്ടു. റോസിനെ അപ്പോൾ തന്നെ എത്തേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്തു. പക്ഷെ അവളുടെ മരണശേഷം ഞങ്ങൾക്കെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവളുടെ ആത്മാവ് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവൾ ആദിത്യന്റെ ശരീരത്തിൽ കയറി ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ആദിത്യനെ പൈശാചിക ശക്തിയാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവളുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യാനും കഴിഞ്ഞു. ആദിത്യൻ, അവനായിരുന്നു പിന്നെ ഞങ്ങളുടെ കാവൽക്കാരൻ. ദിവസങ്ങളോളം നീണ്ട ഞങ്ങളുടെ ആരാധനയുടെയും ദുർമന്ത്രവാദത്തിന്റെയും ഫലമായി അവനിൽ പൈശാചിക നിറയ്ക്കാൻ ഞങ്ങൾക്കായി. ശരീരം വിട്ട ആത്മാവായി അലയാനുള്ള കഴിവ് അവന് വന്നു ചേർന്നു. ഞങ്ങൾക്കെതിരെ നടക്കുന്നതെല്ലാം അവനിലൂടെ അറിയാൻ കഴിഞ്ഞു. അന്നൊരു രാത്രിയിൽ നിങ്ങളിൽ ഒരാളെ കൊലപ്പെടുത്തുവാൻ വേണ്ടിയാണ് കൂട്ടിക്കൊണ്ടുപോയത്. പക്ഷെ അവൾ
ഞങ്ങൾ നശിപ്പിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന റോസിന്റെ ആത്മാവ് അതാണെന്ന് അയാളെ രക്ഷിച്ചത്. പക്ഷെ അയാളിൽ പൈശാചികതയുടെ വിത്ത് വിതയ്ക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും അയാളിലൂടെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് കുറുകെ വന്നു വന്നു വാ അലീന, അലീന വേക്കപ്പ്. ജേസൺ അവളുടെ കമലിൽ തട്ടി വിളിച്ചു. ഒരലർച്ചയോടെ അവൾ ചാടി എഴുന്നേറ്റു. ഞാൻ എവിടെയാണ്? നിങ്ങൾ നിങ്ങൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും ക്രൂരത നിറഞ്ഞു. പ്രഭാകറിലൂടെ നിങ്ങൾ എന്നിലേക്ക് എത്തുമെന്ന് ഞാൻ മനസ്സിലാക്കിയാണ് ആദിത്യനെ കൊണ്ട് അയാളെ തീർത്തത്. പക്ഷെ എന്നിട്ടും അവൾ നിങ്ങളെ മാധവിന്റെ അടുത്തെത്തിച്ചു. അവരെയും എനിക്ക് കൊല്ലേണ്ടി വന്നു. ദേവയാനിയെ കൊല്ലാൻ ഞാൻ നേരിട്ടാണ് പോയത്. അവളോട് ഞാൻ മാപ്പ് പറഞ്ഞു. വേറെ വഴിയില്ലഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. വീണ്ടും അവളുടെ മുഖം പൈശാചികമായി. പക്ഷെ ജേസൺ അവളുടെ കഴുത്തിലിട്ട ജപമാല അവളിലെ പൈശാചികതയെ പുറത്തു വരാതെ തടയുന്നുണ്ടായിരുന്നു. എന്റെ പരീക്ഷണമായിരുന്നു വാമ്പയർ. മനുഷ്യ ശരീരവും മാംസവും കൊടുത്ത് അവരെ ഞാൻ കൂടുതൽ കരുത്തരാക്കി. ശരീരം ഉന്മത്താവസ്ഥയിലായിരിക്കുന്ന വൈറസുകൾ ഞാൻ അവരിൽ കുത്തിവച്ചു. ഞങ്ങളുടെ എതിരാളികളെ അവർക്ക് ഭക്ഷണമായി കൊടുത്തു. എല്ലാം കേട്ട് കിളിപോയ പോലെ നിൽക്കുകയായിരുന്ന മുജീബിന്റെ തലയിൽ രാഹുൽ ഒന്ന് തട്ടി. അവൻ ഞെട്ടലോടെ രാഹുലിനെ നോക്കി. സർ, ഒരു പോലീസുകാരൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വന്നു. സർ, ജോൺ, അയാൾ മരിച്ചു. സാറിനോട് പെട്ടെന്ന് വരാൻ മാത്യു സർ പറഞ്ഞു. മുജീബ്, നീ അച്ചായനോട് പറഞ്ഞിട്ട് വാ. രാഹുൽ, കം. എന്താ സർ സംഭവിച്ചത്? കോർട്ടിൽ കൊണ്ടുപോയിട്ട് വാനിൽ കയറ്റാൻ കൊണ്ടുവന്നതാണ്. പക്ഷെ ഒരു കാർ നിയന്ത്രണം വിട്ട് വന്നിടിച്ചതാണ്. അത്ഭുതം അതൊന്നുമല്ല. ആ കാറിൽ ആരും ഉണ്ടായിരുന്നില്ല. ടയർ തലയിലൂടെ കേറിയിറങ്ങി. ഹരി, അലീന അവളെ കൊണ്ടെല്ലാം പറയിപ്പിച്ചിട്ടുണ്ട്. എല്ലാം റെക്കോർഡാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ റെയ്ഡ് ചെയ്തു. എല്ലാ രേഖകളും പിടിച്ചെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്തു. മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ടായിരുന്നു. 4 വഴിക്കാണ് വിളി വന്നത്. പക്ഷേ നമ്മുടെ മീഡിയ അല്ലേ, മൊത്തം എപ്പോഴേ ഫ്ലാഷാക്കി. ഇപ്പോൾ എത്രയും വേഗം എല്ലാ കണ്ണികളെയും പിടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളി. ഇപ്പോഴാ ഓരോ സംഘടനകൾ ഉണരുന്നത്. ഇത്രയും നാൾ ഒന്നും ആർക്കും അറിയാത്ത പോലെ നടിച്ചു. അവർക്കൊക്കെയുള്ള പടികൾ കറക്റ്റായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നതല്ലേ. പക്ഷെ ഇനി അത് പുറത്തു വരാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമല്ലേ? പിടിച്ചാൽ എല്ലാം പോകില്ലേ? നമ്മൾ അറിയാതെ ഇതുപോലെ എന്തൊക്കെ നടക്കുന്നുണ്ടാകും. സർ, ഇതൊരു ചെറിയ റാക്കറ്റ് അല്ലല്ലോ. എനിവേ, താങ്ക്സ് ഹരി. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നിങ്ങൾക്കത് തെളിയിക്കാനാകുമെന്ന്. താങ്ക്സ് സർ. ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടാണ് ഹരി ഉണർന്നത്. ഹലോ. അപ്പുറത്തു നിന്നും കേട്ട വാർത്ത അവനെ ഞെട്ടിച്ചു. ഹരി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അലീനയുടെ റൂമിന് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു ജേസൺ. അച്ചായ, എന്താ പറ്റിയത്? ജേസൺ റൂമിന്റെ ഡോർ തുറന്നുകൊടുത്തു. കൈകളും കാലുകളും തലയും വേർപെട്ട നിലയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു അലീന. അകത്തെ കാഴ്ച കാണാനാകാതെ ഹരി പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അച്ചായ, ആദിത്യൻ. അവൻ റൂമിലുണ്ട്, മയക്കത്തിലാണ്. ഹരി ആദിത്യന്റെ റൂമിനു നേർക്ക് നടന്നു. ഡോർ തുറന്ന് അകത്തേക്ക് നോക്കി. അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഹരി പതിയെ പിന്തിരിയാനൊരുങ്ങി. പെട്ടെന്ന് അവന്റെ കയ്യിലെ ലോക്കറ്റ് ഒന്ന് വിറച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ആദിത്യന്റെ ദേഹത്തു നിന്നും പുകച്ചുരുളുകൾ മുകളിലേക്കുയർന്നു. നോക്കി നിൽക്കെ അതൊരു പെണ്ണിന്റെ രൂപമായി തീർന്നു. റോസ്മേരി. ഹരിയുടെ ചുണ്ടുകൾ ഉച്ചരിച്ചു. അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പതിയെ അന്തരീക്ഷത്തിലേക്ക് അലിഞ്ഞു ചേർന്നു. ഹരി പതിയെ പിന്തിരിഞ്ഞു നടന്നു. അലീനയുടെ കൊല എങ്ങനെ നടന്നെന്ന് അവന് മനസ്സിലായി. ഡോർ ചാരി ഹരി ജേസന്റെ അരികിലേക്ക് നടന്നു. കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ആദിത്യൻ. പൊടുന്നനെ കണ്ണുകൾ തുറന്നു. അവന്റെ കണ്ണുകളിൽ പ്രതികാരം ചെയ്ത സംതൃപ്തിയായിരുന്നു. അവന്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. രാഹുൽ, നീ എന്താ ഉറങ്ങുകയാണോ? രാഹുൽ ഞെട്ടി എഴുന്നേറ്റു. ഏയ്, ഞാൻ ഓരോന്നോർത്ത്. അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും രാജേഷും മുജീബും അവർക്കടുത്തേക്ക് വന്നു. ഹരി ഫയൽ രാജേഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജോലി കഴിഞ്ഞുവല്ലേ? അതെ. അപ്പോൾ ഇനി എങ്ങോട്ടാ? ഞാൻ ഇന്നു തന്നെ വീട്ടിലേക്ക് പോവുകയാണ്, 1 മാസത്തെ ലീവിന്. മുജീബ് പറഞ്ഞു നിർത്തി. വേണ്ടടാ, നീ അങ്ങനെ ഇപ്പം 1 മാസത്തെ ലീവ് എടുക്കണ്ട. ദാ വന്നു അടുത്ത കോൾ. മാത്യു സർ ഇപ്പോൾ വിളിച്ചു വെച്ചതേയുള്ളൂ. ഇങ്ങനെ എന്റെ വീട്ടിൽ പോവാൻ അനുവദിക്കില്ലേ പടച്ചോനെ, എന്റെ സുലു. മുജീബിന്റെ സംസാരം കേട്ട് മൂവരും ചിരിച്ചുപോയി. അതെ, എന്നെക്കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ വകുപ്പുണ്ടോ? അച്ചായ, എവിടെയായിരുന്നു നിങ്ങൾ? ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഞാൻ പോവുകയാണ് ഹരി, അങ്ങ് നേപ്പാളിലേക്ക്. നേപ്പാളിലെ പ്രേതത്തിന്റെ സൗണ്ട് ക്യാച്ചിങ്ങിനാണോ അച്ചായ പോകുന്നേ? രാഹുൽ ചിരിയോടെ ചോദിച്ചു. ജേസൺ അവനരുകിലേക്ക് വന്നു. സൗണ്ട് ക്യാച്ചിങ് മാത്രമല്ലടാ, പ്രേതത്തെ തന്നെ എങ്ങനെ ക്യാച്ച് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള റിസർച്ചിന് വേണ്ടിയാ. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കാണാം. അവരോട് യാത്ര പറഞ്ഞ് ജേസൺ നടന്നകന്നു.
തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്ന മറ്റൊരു നിയോഗം എന്താണെന്നറിയാൻ അവർ മാത്യു സാറിന്റെ ക്യാബിനിലേക്ക് നടന്നു.